ഹായ് ഓൾ, എന്തൊക്കെയുണ്ട്? സുഖമല്ല? ഓക്കെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇതെല്ലാം കംപ്ലീറ്റഡ് ആയി. അപ്പോൾ നമ്മളിപ്പോൾ മൂവ് ചെയ്യുന്നത് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദ ലാസ്റ്റ് പോർഷൻ ഓഫ് ദി ആംഗിൾ ആൻഡ് ഫുഡ് കോംപ്ലക്സ്, ദാറ്റ് ഈസ് പ്ലാന്റർ ആർച്ചസ്. ഓക്കെ, ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ ദിസ് ആംഗിൾ ആൻഡ് ഫുഡ് കോംപ്ലക്സ്. ഓക്കെ, അപ്പോൾ പ്ലാന്റർ ആർച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതും ഏകദേശം എന്താണ്, ഈ പ്ലാന്റർ ആർച്ച് എന്ന് പറയുന്നത്, ആർച്ചസ് എന്ന് പറയുന്നത് എന്താണ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് എ ക്വസ്റ്റ്യനൊക്കെ വരുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻസൊക്കെ നോക്കുക. ലാസ്റ്റ് വന്ന നമ്മൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. എസ് എ ക്വസ്റ്റ്യനാണ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ഈ പ്ലാന്റർ ആർച്ചസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൂട്ടിനെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആർച്ചസ് ആണുള്ളത്. ഓക്കെ, ദ ഫൂട്ട് ഈസ് ടിപ്പിക്കലി ക്യാരക്ടറൈസ്ഡ് ഹാവിങ് 3 ആർച്ചസ്. ഓക്കെ, 1 ഈസ് 2 മീഡിയൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചും പിന്നെ ഒരു ട്രാൻസ്വേഴ്സ് ആർച്ചും. അപ്പോൾ നിങ്ങൾക്ക് എന്താ മീഡിയൽ ആർച്ച് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മീഡിയൽ സൈഡിൽ നിന്ന് നമ്മൾ ഫൂട്ടിലെ സൈഡിൽ നോക്കുമ്പോൾ, അതായത് ഈ ഗ്രേറ്റോൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെ എന്താണ് മീഡിയലി ഫോം ചെയ്യുന്ന ആർച്ചാണ് ഈ മീഡിയൽ ആർച്ച്. ഈ ലാറ്ററൽ സൈഡിലേക്ക് വരുന്ന ഫൂട്ടിൻ്റെ ലാറ്ററൽ സൈഡിൽ കാണുന്ന ആർച്ചാണ് ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച്. അപ്പോൾ അതുകൂടെ തന്നെ നമുക്ക് ഓരോ ആർച്ചും കൂടിയുണ്ട്, ദാറ്റ് ഈസ് ട്രാൻസ്വേഴ്സ് ആർച്ച്. ട്രാൻസ്വേഴ്സ് ആർച്ച് എന്ന് പറയുന്നത് നമ്മൾ മീഡിയൽ ആർച്ചിനെയും ലാറ്ററൽ ആർച്ചിനെയും ടുഗദർ എന്താണ് ലോഞ്ചിറ്റ്യൂഡിനെ കണക്ട് ചെയ്യുന്ന, ട്രാൻസ്വേഴ്സ്ലി കണക്ട് ചെയ്യുന്ന ഒരു ആർച്ചാണ് ഇത് ട്രാൻസ്വേഴ്സ് ആർച്ച്. ഓക്കെ, ദ ഫൂട്ട് ഈസ് ടിപ്പിക്കലി ക്യാരക്ടറൈസ്ഡ് ഹാവിങ് 3 arches. One is medial arch, lateral longitudinal, medial and lateral longitudinal arch, and the transverse arch. Okay, the arches are usually not present at the birth but evolve with the progression of weight bearing. ഇനീഷ്യലി നിങ്ങൾ നോക്കിയാൽ മതി, കുട്ടികളൊക്കെ എന്താണ് ഈ ഒരു എന്താണ് ഈ ആർച്ച് നമുക്ക് ഫോം ചെയ്തായിട്ട് കാണില്ല. ചില ആൾക്കാർക്ക് വലുതായി കഴിഞ്ഞാലും കാണില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ പോസ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആർച്ച് എന്ന് പറയുന്നത് ഇനീഷ്യലി നമുക്ക് എന്താണ്, ചെറിയ കുട്ടികൾ പ്രസവിച്ച ഉടനെയുള്ള ബയോത്ത് ഇൻഫൻസിനൊക്കെ എന്താണ് ഈ ഒരു ആർച്ച് ഫോം ചെയ്യില്ല. അപ്പോൾ അത് പ്രോഗ്രഷനായിട്ട് ഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രോഗ്രഷൻ ഓഫ് വെയിറ്റ് ബിയറിങ്, നമ്മൾ കുട്ടി നടക്കാൻ തുടങ്ങുന്ന മുതൽ നിൽക്കാൻ തുടങ്ങുന്ന മുതൽ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ആർച്ച് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദ ഫ്ലാറ്റ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് ആർ സീൻ ഇൻ യങ് ചിൽഡ്രൻ ലെസ് ദാൻ 5 years ഓഫ് ഏജ്. ഒരു 5 വയസ്സ് വരെ കുട്ടികൾ എന്താണ് ഫ്ലാറ്റ് ആർച്ചാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ മെജോറിറ്റി ഓഫ് കേസിൽ എന്താണ് കുട്ടികൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മെല്ലെ ഓട്ടവും ചാട്ടമൊക്കെ തുടങ്ങുന്ന സമയത്ത് എന്താണ് ഈ ആർച്ച് മെല്ലെ ഫോം ചെയ്യും. ചില കണ്ടീഷൻസിൽ എന്താണ് ഈ ആർച്ച് ഫോം ചെയ്യാത്ത കണ്ടീഷൻസ് ഉണ്ട്, കഞ്ചനൈറ്റിലില്ല. അതൊക്കെ നെക്സ്റ്റ് നമ്മൾ എന്താണ് പഠിക്കും. ഓക്കെ, വെൻ ഗേറ്റ് പാരാമീറ്റേഴ്സ് ബിക്കം സിമിലർ ടു ദാറ്റ് ഓഫ് ആൻ അഡൾട്ട് ദ മെജോറിറ്റി ഓഫ് ചിൽഡ്രൻസ് വിൽ ഡെവലപ്പ് നോർമൽ. ഞാൻ പറഞ്ഞത് തന്നെ നമ്മളെന്താണ് വല്ല ഗേറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് വാക്കിംഗ് റണ്ണിങ് എന്താണ് ക്ലൈമ്പിങ് എല്ലാം നമ്മൾ എന്താണ് ആംബുലേഷനിൽ മൊബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ എന്താണ് ആർച്ച് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം, ഇതാണ് ട്രാൻസ്വേഴ്സ് ആർച്ച്, പിന്നെ മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് ആൻഡ് ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച്. ഇത്രയും ആർച്ചസ് ആണ് എന്തിനുള്ളത്, നമ്മളെ ഫൂട്ടിലുള്ളത്. മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചും ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചും ആൻഡ് ട്രാൻസ്വേഴ്സ് ആർച്ച്. Okay, in this picture you can see that clearly. Okay, നമുക്ക് എന്താണ് കാൽക്കേനിയം മീഡിയൽ സൈഡിൽ മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് എന്ന് പറയുന്നത് എന്താണ്, ഈ കാൽക്കേനിയവും മെറ്റാടാർസലും ടുഗദർ കണക്ട് ചെയ്യുന്ന കാൽക്കേനിയും ഈ മെറ്റാടാർസലും ടുഗദർ എന്താണ് ഈ കണക്ട് ചെയ്യുന്ന ഈ ഒരു ആർച്ചാണ് ഇത് മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് എന്ന് പറയുന്നത് കാൽക്കേനിയത്തിൻ്റെ ലാറ്ററൽ പോർഷനും പിന്നെ എന്താണ് ഈ ലാറ്ററലിൻ്റെ മെറ്റാടാർസൽ ഹെഡും കണക്ട് ചെയ്യുന്ന ഈ ഒരു ആർച്ചാണ് ഇത് ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്കുള്ളത് എന്താണ് ട്രാൻസ്വേഴ്സ് മീഡിയൽ ആർച്ച്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മീഡിയൽ ആർച്ചിനെയും മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചിനെയും ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചിനെയും എന്താണ് ട്രാൻസ്വേഴ്സ്ലി കണക്ട് ചെയ്യുന്ന ആർച്ചാണ് ഇത് ട്രാൻസ്വേഴ്സ് ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം 3 ആർച്ചാണുള്ളത്, മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചും ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചും ആൻഡ് ട്രാൻസ്വേഴ്സ് ആർച്ചും. ഈ 3 ആർച്ചസാണ് ഇതിനുള്ളത്, നമ്മളെ ഫൂട്ടിനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആംഗുലർ ഫൂട്ട് എന്ന് പറയുന്ന ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് എന്താ, നമ്മൾ വെയിറ്റ് വരുന്ന സമയത്ത് എന്താണ് ഈ ഫ്ലാറ്റൺ ആകുന്ന സമയത്ത് ഫ്ലാറ്റൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഫ്ലാറ്റൺ സർഫേസിൽ നമ്മൾ എന്താണ് കാലിന് എന്താണ് ഫ്ലാറ്റൺ ആയതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് ഈ ഒരു ആർച്ചസിൻ്റെ എല്ലാം മെക്കാനിക്സ് ആണ് ഇതിനെ നമ്മളെ ഫൂട്ടിന് എന്താണ് ഈ ചിലപ്പോൾ ഒരു റിജിഡായിട്ടുള്ള കല്ലും മുള്ളും കല്ലൊക്കെയുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മൾ പോകുന്ന സമയത്ത് കാലിന് എന്താണ് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നവരാണ് ഈ ഒരു ആർച്ചൊക്കെയാണ് ഇതിനെ അഡാപ്റ്റ് ചെയ്ത്. ഇപ്പോൾ ഫ്ലാറ്റ് അയക്കുന്ന സമയത്ത് എന്താണ് നമുക്ക്
കാല് അതിന് ഫ്ലാറ്റ് സർഫേസ് ആയിട്ട് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഏത് ഈ ഒരു ആർച്ച്. അപ്പോൾ നമ്മൾ ആംഗ്ലൈൻ ഫുഡ് എന്നൊരു ഷോക്ക് അബ്സോർബർ ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അനാട്ടമി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇറ്റ്സ് വർക്ക് ആസ് എ ഷോക്ക് അബ്സോർബർ. അപ്പോൾ ഈ ഒരു ആർച്ച് ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, ഇതാണ് മീഡിയൽ ലോഞ്ചിറ്റ്യൂണൽ ആർച്ചും ലാറ്ററൽ ലോഞ്ചിറ്റ്യൂണൽ ആർച്ചും ആൻഡ് ട്രാൻസ്വേഴ്സ് ആർച്ച്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിനൊരു സ്ട്രക്ചർ നോക്കാം. ഓക്കെ, the structure of the arches. The longitudinal arches anchored posteriorly at the calcaneus and anteriorly at the metatarsal hand. Longitudinal arches എങ്ങനെയാണ്? അതായത് കാൽക്കാനിയത്തു നിന്നും മെറ്റാടാർസലായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ലോഞ്ചിറ്റ്യൂണൽ ആർച്ച്. ഓക്കെ, ദ ലോഞ്ചിറ്റ്യൂണൽ ആർച്ചസ് കണ്ടിന്യൂസ് ബോത്ത് ലാറ്ററലി ആൻഡ് മീഡിയലി ത്രൂ ഫുഡ്. ദ ലോഞ്ചിറ്റ്യൂണൽ ആർച്ചീസ് എന്താണ്? The longitudinal arch is continuous both laterally and medially. ലാറ്ററൽ സൈഡിലുണ്ട് മീഡിയൽ സൈഡിൽ. കാൽക്കേനിയം മെറ്റാടാർസലായിട്ടുള്ള ലാറ്ററൽ സൈഡിലുള്ള ലാറ്ററൽ ലോഞ്ചിറ്റ്യൂണൽ ആർച്ചും മീഡിയൽ സൈഡിലാണെങ്കിൽ മീഡിയൽ ലോഞ്ചിറ്റ്യൂണൽ ആർച്ചും. ഓക്കെ, ദെൻ ദി മീഡിയൽ ആർച്ച് ഈസ് ഹയർ ദാൻ ദി ലോവർ ലാറ്ററൽ കൗണ്ടർ പാർട്ട്. മീഡിയൽ ആർച്ചാണ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. മീഡിയൽ ആർച്ചാണ് ഇത് ലാർജ് ആയിട്ടുള്ള ആർച്ച് അല്ലേ. ലാർജ് ആയിട്ടുള്ള ആർച്ച് കോൺകേവിറ്റി കോൺവെക്സിവിറ്റി എന്താണ് ലാർജർ ആയിട്ടുള്ളത് മീഡിയൽ ആർച്ചാണ്. പിന്നെ ലാറ്ററൽ ആർച്ച് എന്ന് പറയുന്നത് മീഡിയൽ ആർച്ചിനേക്കാളും കുറവാണ്. പിന്നെ ഇതിനകത്തുള്ള ടാലസ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു കീ സ്റ്റോൺ. അതായത് നമ്മൾ റെഫറൻസ് പോയിന്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ മീഡിയൽ ആർച്ചിൻ്റെയും ലാറ്ററൽ ആർച്ചിൻ്റെയും ഒരു കീ സ്റ്റോൺ. അതായത് ടാലസിൻ്റെ നമ്മൾ എന്താണ് പൊസിഷൻ നോക്കും. ടാലസ് മേലോട്ട് പോകുന്ന ആർച്ച് വെള്ളം കൂടും, താഴോട്ട് വരുന്നതാണെങ്കിൽ എന്താണ് ആർച്ചിൻ്റെ സൈസ് കുറയും. ഓക്കെ, ദ ടാലസ് റെസ്റ്റ് അറ്റ് ഓൾ ദി ടോപ്പ് ഓഫ് ദി വോൾട്ട് ഓഫ് ദി ഫുട്ട് ആൻഡ് ഇറ്റ്സ് കൺസിഡേർഡ് ആസ് ദി കീ സ്റ്റോൺ. ഈ ഒരു ആർച്ചിന് എന്താണ് ഒരു പീക്ക് പോയിന്റ് അല്ലെങ്കിൽ എന്താണ് ഒരു കീ സ്റ്റോൺ ആയിട്ടാണ് ഇതിനെ റെഫർ ചെയ്യുന്നത്. ഓക്കെ, transverse arch likely longitudinal arch continuous structure it easiest to visualize to midfoot to tarsometatarsal. നമുക്ക് എന്താണ് ഈ ട്രാൻസ്വേഴ്സ് ആർച്ച് എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ട് എന്താണ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഈ ട്രാൻസ്വേഴ്സ് ലോഞ്ചിറ്റ്യൂണൽ ആർച്ച് കണ്ടിന്യൂസ് ആസ് മിഡ്ഫുട്ട് എന്ന ടാർസോമെറ്റാടാർസൽ ജോയിൻറ്റ്. ടാർസോമെറ്റാടാർസൽ ജോയിൻറ്റിൽ നമുക്ക് എന്താണ് ഇതിനെ നന്നായിട്ട് ഇതിനെ ഡിഫൈൻ അല്ലെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ ദാറ്റ് this picture. Okay, the middle cuneiform and the lateral cuneiform and the cuboid bud it together formed as എന്താണ് ഇതാണ് ഏത് നമ്മളെ ട്രാൻസ്വേഴ്സ് ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ട്രാൻസ്വേഴ്സ് ആർച്ചാണ് ഈ ഒരു സംഭവം. ട്രാൻസ്വേഴ്സ് ആർച്ച് എന്താണ്? നമ്മൾ ഈ ഒരു ടാർസോ മെറ്റാടാർസൽ ജോയിൻറ്റിൽ എന്താണ് ഈ ആർച്ച് കൂടുതലാണ്. നമ്മളിപ്പോൾ ഫ്രണ്ടിലോട്ട് എന്താണ് ഈ ഫെലാഞ്ചിൽ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ആർച്ച് എന്താണ് ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത്, അതായത് മെറ്റാടാർസൽ ഹെഡിൻ്റെ അടുത്ത്, ഇത് ടാർസോ മെറ്റാടാർസൽ ജോയിൻറ്റിൻ്റെ അടുത്താണ് പിക്ചർ എയിൽ കാണിക്കുന്നത്. പിക്ചർ ബിയിലാണെങ്കിൽ എന്താണ് മെറ്റാടാർസൽ ഹെഡിൽ വരുന്ന സമയത്ത് എന്താണ് ആർച്ചിൻ്റെ ഷേപ്പ് എന്താണ് കുറച്ചുകൂടി പാരലായി വന്ന് ആർച്ച് എന്താണ് കുറച്ചുകൂടി കുറഞ്ഞു വന്നു. ഓക്കെ, നമ്മൾ മീഡിയൽ ആർച്ച് ട്രാൻസ്വേഴ്സ് ആർച്ച് എന്ന് പറയുന്നത് ഇതാണ്. ഈ പിക്ചർ എയിലാണ് ഈ ട്രാൻസ്വേഴ്സ് ആർച്ച്. അത് ആ ഒരു ടാർസോ മെറ്റാടാർസൽ ജോയിൻറ്റിൻ്റെ അടുത്ത് നിന്ന് കൂടുതലായിരിക്കും. മെറ്റാടാർസൽ ഹെഡിലേക്ക് വരുന്ന സമയത്ത് ആർച്ചിൻ്റെ സൈസ് കുറഞ്ഞു വരും. ഓക്കെ, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫുട്ടിലും ശ്രദ്ധിച്ച് നോക്കിയാൽ. അപ്പോൾ നമുക്ക് 3 ആർച്ചസ് ആണുള്ളത്. ഏതൊക്കെ? മീഡിയൽ ലോഞ്ചിറ്റ്യൂണൽ ആർച്ച്, ലാറ്ററൽ ലോഞ്ചിറ്റ്യൂണൽ ആർച്ച് ആൻഡ് ദി medial longitudinal arch, lateral longitudinal arch and the transverse arch. Okay, the articular or supermedial portion of the spring ligament directly support the head of the talus and its most important static stabilizer. അതിൻ്റെ അകത്ത് മെല്ലിൽ നമുക്കൊരു സ്റ്റാറ്റിക് സ്റ്റെബിലൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്ന മറ്റൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിഗമെൻ്റാണ് സ്പ്രിംഗ് ലിഗമെൻറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സ്പ്രിംഗ് ലിഗമെൻ്റ് എന്ന്. ആൻഡ് ലോങ് ആൻഡ് ഷോർട്ട് പ്ലാന്റർ ലിഗമെൻറ്റ്സ് സപ്പോർട്ട് ദി ലാറ്ററൽ ലോഞ്ചിറ്റ്യൂണൽ ആർച്ച്. ലാറ്ററൽ ലോഞ്ചിറ്റ്യൂണൽ ആർച്ചിന്, അതായത് അതേ ലാറ്ററൽ ലോഞ്ചിറ്റ്യൂണൽ ആർച്ചിന് അതേ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഇത് ലോങ് ആൻഡ് ഷോർട്ട് പ്ലാന്റർ ലിഗമെൻറ്റ്സ്. ഓക്കെ, ആൻഡ് ഇത് തന്നെ ഈ ലോങ് ആൻഡ് പ്ലാന്റർ ലിഗമെൻറ്റ്സ് ഇൻഡയറക്ട്ലി മീഡിയൽ ലോഞ്ചിറ്റ്യൂണൽ ആർച്ചിനും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് എന്താണ്? ഇൻട്രോഷ്യസ് ടാലോകാൽക്കേനിയൽ ലിഗമെൻറ്റ്, ഡെൽറ്റോയിഡ് ലിഗമെൻറ്റ് ആൻഡ് ദി പ്ലാന്റർ അപ്പോന്യൂറോസസ് ഹാവ് ബീൻ ക്രെഡിറ്റഡ് ടു പ്രൊവൈഡിങ് പാസീവ് സപ്പോർട്ട് ദ മീഡിയൽ ലോഞ്ചിറ്റ്യൂണൽ ആർച്ച്. മീഡിയൽ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇൻട്രോഷ്യസ് ലിഗമെൻറ്റ്, ടാലോകാൽക്കേനിയൽ ലിഗമെൻറ്റ്, ഡെൽറ്റോയിഡ് ലിഗമെൻറ്റ് ആൻഡ് പ്ലാന്റർ അപ്പോന്യൂറോസസ്. അപ്പോൾ ഇത്രയും ലിഗമെൻറ്റ്സിന് എന്താണ് ലിഗമെൻറ്റ്സ് ഉണ്ട്, മസ്കുലേച്ചസ്, ഇതൊക്കെയാണ് ഇതിനെ ആർച്ചിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. ആർച്ചിന് എന്താണ് അതേ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഇത്രയൊക്കെ. ഓക്കെ, നമുക്കിനി ഫങ്ഷൻസ് ഓഫ് ദി ആർച്ച് ഫങ്ഷൻ നോക്കാം.
ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതിനകത്ത് മെയിൻ ഫങ്ഷൻ മൊബിലിറ്റി ഫങ്ഷൻ ഉണ്ട്, സ്റ്റെബിലിറ്റി ഫങ്ഷൻ ഉണ്ട്. അതായത് മൊബൈൽ നമ്മൾ നടക്കുക, വാക്കിംഗ്, റണ്ണിങ്, ആ ഒരു സമയത്ത് എന്താണ് ഇതിന് ഒരു മൊബിലിറ്റി ഫങ്ഷൻ ഉണ്ട്. സ്റ്റെബിലിറ്റി മീൻ വെയിൽ സ്റ്റാൻഡിങ്, സിംഗിൾ ലെഗ് സ്റ്റാൻഡിങ് ആണെങ്കിലും ബൈലാറ്ററൽ സ്റ്റാൻഡിങ്ങിലാണെങ്കിലും ഇതിൻ്റെ ഫങ്ഷൻ രണ്ട് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ദ പ്ലാന്റർ ആർച്ചസ് ആർ അഡാപ്റ്റഡ് ടു യൂണിക്ലി സെർവ് ടു കോൺട്രാസ്റ്റിംഗ് മൊബിലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി വെയിറ്റ് ബിയറിംഗ് ഫങ്ഷൻ. ഓക്കെ, I already said that the function of arch mainly important in case of the stability and weight bearing, stability function and mobility function. The first, the foot must accept the weight bearing during early stance phase and adapt to various surface of shape. അപ്പോൾ നമ്മളിപ്പോൾ നടക്കുന്ന സമയത്ത് ഒരു കാലിലേക്ക് കംപ്ലീറ്റ്, അതായത് ഒരു കാല് വെച്ച്, അതായത് നിങ്ങൾക്ക് ഗേറ്റ് പാറ്റേണിൽ സ്റ്റാൻസ് ഫേസ് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ നടക്കുന്ന സമയത്ത് എന്താണ്, ഒരു കാല് അവിടെ വെച്ച്, ഓക്കെ, ആ കാല് വെച്ചിട്ട് കംപ്ലീറ്റ് വെയിറ്റ് അങ്ങോട്ടേക്ക് പോയി മറ്റേ കാലെടുത്ത് വെക്കും. അതായത് റൈറ്റ് ഇപ്പോൾ നമ്മൾ വെച്ചു, ലെഫ്റ്റ് പൊക്കുന്ന ആ ഒരു ഫേസാണ് ഏത്, സ്റ്റാൻസ് ഫേസ്. അതായത് കംപ്ലീറ്റ് വെയിറ്റ് എന്താണ്, നമ്മൾ റൈറ്റ് ലെഗിലേക്ക് നമ്മൾ നടക്കുന്ന സമയത്ത് കംപ്ലീറ്റ് വെയിറ്റ് അങ്ങോട്ടേക്ക് റൈറ്റ് ലെഗിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക്, ഏതെങ്കിലും ഒരു ലെഗിലേക്ക് അല്ലെങ്കിൽ ലിംബിലേക്ക്, ഫൂട്ടിലേക്ക് എന്താണ് എൻ്റയർ വെയിറ്റ് വരുന്ന ഫേസാണ് സ്റ്റാൻസ് ഫേസ്. അപ്പോൾ എന്താണ് അതിൻ്റെ മെയിൻ അഡാപ്റ്റ് ചെയ്യേണ്ടത് എന്താണ് ഇതിനകത്താണ്. അപ്പോൾ നമുക്ക് മെയിൻലി എന്താണ് ഈ ടു അക്കംപ്ലിഷ് വെയിറ്റ് ബിയറിംഗ് മൊബിലിറ്റി ഫംഗ്ഷനകത്ത് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, മൂന്നെണ്ണം ഉണ്ട്. 3 കാര്യങ്ങൾ ഇതിന്, അതായത് ഈ ഒരു ആർച്ച് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് ലെസ് സ്ട്രോങ് ഇമ്പാക്ട് ടു വെയിറ്റ് ബിയറിംഗ്. അതായത് നമ്മൾ റിജിഡായിട്ടുള്ളൊരു പൊസിഷനേക്കാൾ എന്താണ് എൻ്റയർ നമ്മൾ സ്റ്റാൻഡ് സ്പേസ് അല്ലെങ്കിൽ എന്താണ് ഒരു കാലിലേക്ക് കംപ്ലീറ്റ് എൻ്റയർ വെയിറ്റ് വരുന്ന സമയത്ത് എന്താണ് റിജിഡായിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ആ വെയിറ്റ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകും. അവിടെ ലിഗമെൻസും കാര്യങ്ങളൊക്കെ ടിയറാവും, കംപ്രഷനിലേക്കൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഇതിനെന്താണ് ഈ എൻ്റയർ വെയിറ്റ് വരുന്ന സമയത്ത് ആ എൻ്റയർ വെയിറ്റ് ബിയറിംഗ് ഫോഴ്സിനെ എന്താണ് ഇതിനെ റെഗുലേറ്റ് ചെയ്യും. അതായത് ഒരു ഷോക്ക് അബ്സോർബർ പോലെ ഫോം ചെയ്തിട്ട് എന്താണ് ഇതിനെ കുറക്കും. ആ ഒരു ഫോഴ്സ് എന്താണ് റിഡ്യൂസ് ആവും. ആൻഡ് മേക്ക് ലെസ് സ്ട്രോങ് സൂപ്പർ ഇമ്പോസ് റൊട്ടേഷൻ മോഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ സുപ്പിനേഷൻ മോഷൻ ഉണ്ട്, റൊട്ടേഷൻ മോഷൻ ഉണ്ട്, ടിബിൽ റൊട്ടേഷൻ മൂവ്മെൻ്റ് ഉണ്ട്, സുപ്പിനേഷൻ ട്വിസ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ട്വിസ്റ്റ് നോക്കില്ല. സുപ്പിനേഷൻ ട്വിസ്റ്റ്, പ്രൊണേഷൻ ട്വിസ്റ്റ്, സബ്ടാല പ്രൊണേഷൻ. അപ്പോൾ ഇത്രയും റൊട്ടേഷണൽ മോഷൻ ഒരുപാട് വരുന്നുണ്ട്. അതിനൊക്കെ എന്താണ് ഇത് റെഡ്യൂസ് ചെയ്യും. ആൻഡ് അഡാപ്റ്റ് ചേഞ്ചസ് ദ സപ്പോർട്ടിങ് സർഫേസ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്ലെയിൻ സർഫേസിലാണെങ്കിൽ കാല് വെക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഓക്കെ, കാല് വെക്കുമ്പോൾ എൻ്റയർ ഫൂട്ട് അവിടെ ഉണ്ടാവും. പിന്നെ അവിടെ പോകുന്ന സമയത്ത് എന്താണ് കാലിന് വലിയ, അതായത് ഷോക്ക് അബ്സോർബർ പോലെ വർക്ക് ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ ഒരു കല്ലിൻ്റെ മേലെ വെക്കുമ്പോൾ, ഒരു ഉരുളം കല്ലിൽ വെക്കുന്ന സമയത്ത് എന്തായി ആ ഒരു സർഫേസായിട്ട് നമ്മളെ ഫൂട്ടിനെ എന്തായി അഡാപ്റ്റ് ചെയ്യിക്കുന്നു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മൊബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ടു അക്കംപ്ലിഷ് വെയിറ്റ് ബിയറിംഗ് സ്റ്റെബിലിറ്റി ഫംഗ്ഷൻ ഓഫ് ദി ആർച്ചസ് ദ മസ്റ്റ് allows the distribution of weight through the foot from proper weight bearing and conversion of the flexible foot rigid lever. അതായത് നമ്മളിപ്പോൾ വെയിറ്റ് ബിയറിംഗ് സ്റ്റെബിലിറ്റി ഫംഗ്ഷൻ എന്താണ്, സ്റ്റെബിലിറ്റി ഫംഗ്ഷൻ പറയുന്നതാണെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ ഹിപ്പ് ജോയിൻ്റൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് പറഞ്ഞത്, വെയിറ്റ് അസറ്റബിളത്തിലേക്ക് വന്നു, ദെൻ ആഫ്റ്റർ ഇറ്റ്സ് ഗോ ത്രൂ ദ ഹെഡ് ഓഫ് ദ ഫീമർ, ദെൻ ദ നെക്ക്. അതുപോലെ തന്നെ ഇതിനെന്താണ് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും ഒരു ഫംഗ്ഷനാണ്. ആൻഡ് കൺവേർഷൻ ഓഫ് ഫ്ലെക്സിബിൾ ഫൂട്ട് ഇൻ റിജിഡ് ലിവർ. റിജിഡ് ലിവറിലേക്ക് എന്താണ് ഇതിനെ, അതായത് ഓരോ സർഫേസിലേക്ക് പോകുമ്പോൾ അതിനെ ആ ഒരു സർഫേസായിട്ട് ഫ്ലെക്സിബിൾ ആക്കുക. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഫ്ലെക്സിബിൾ ആക്കിയിട്ട് അവിടെ സ്റ്റെബിലിറ്റി കൊടുക്കുക. അതാണ് സ്റ്റെബിലിറ്റി ഫംഗ്ഷൻ. ഓക്കെ, ദ മൊബിലിറ്റി and the stability function of the arches of the weight bearing foot may examined by looking the role of the plantar aponeurosis and by looking the distribution of weight bearing through the foot and different activities. അതായത് എന്താണ് നമ്മളിപ്പോൾ മൊബിലിറ്റി ഫംഗ്ഷൻ പറയുന്നതാണെങ്കിലും സ്റ്റെബിലിറ്റി ഫംഗ്ഷൻ അതിലേക്ക് പറയുന്നതാണെങ്കിലും ഓക്കെ, അതിന് 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കാനുള്ളത്. അതായത് അപ്പോന്യൂറോസിസ്, പ്ലാന്റാർ അപ്പോന്യൂറോസിസ് എന്ന് പറയുന്ന ഒരു ഡെൻസ് ഫേഷ്യൻ, അതിൻ്റെ ഫംഗ്ഷൻ, അതായത് നമ്മൾ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടോ സ്റ്റാൻഡിങ് സമയത്ത് അല്ലെങ്കിൽ വെയിറ്റ് ബിയറിങ്ങിൻ്റെ സമയത്ത് അതിൻ്റെ ഫംഗ്ഷൻ, അതെങ്ങനെയാണ് ഇതിനെ സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്. പിന്നെ വെയിറ്റ് ബിയറിങ് എങ്ങനെയാണ് ഇതിൻ്റെ, അതായത് നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ട് ബൈലാറ്ററൽ സ്റ്റാൻസും യൂണിലാറ്ററൽ സ്റ്റാൻസും പോലെ നമ്മൾ ഇതിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങോട്ടേക്കാണ്, ആൻറ്റിയർ പാർട്ടിലോട്ടാണോ, ആ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും അക്കോർഡിംഗ് റിലേറ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ എന്താണ് ഈ സ്റ്റെബിലിറ്റി ഫംഗ്ഷനും മൊബിലിറ്റിയും പറയുന്നത്. ഇപ്പോൾ പ്ലാന്റർ അപ്പോന്യൂറോസിസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് പ്ലാന്റർ അപ്പോന്യൂറോസിസ് നോക്കാം. ഓക്കെ, the plantar aponeurosis is a dense fascia that runs nearly in the entire length of the foot. അതായത് plantar aponeurosis എന്ന് പറയുന്നത് എന്താണ്, in this picture you can see that this is plantar aponeurosis. Okay, it starts from here to here,
ഇതാണ് പ്ലാനർ അപ്പന്യൂറോസിസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന ഇതാണ് ഈ പ്ലാനർ അപ്പന്യൂറോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാനർ അപ്പന്യൂറോസിസ് എൻ്റയർ ഫൂട്ടിന് എന്താണ് ഈ ഇൻഫീരിയർ ആസ്പെക്റ്റ് അല്ലെങ്കിൽ പ്ലാനർ ആസ്പെക്റ്റിനെ കണക്ട് ചെയ്യുന്ന ഈ ഒരു ഡെൻസ് ഫേഷ്യയാണ് ഏത് പ്ലാനർ അപ്പോന്യൂറോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ബിഗിൻസ് പോസ്റ്റീരിയർലി അറ്റ് ദി മീഡിയൽ ട്യൂബർക്കിൾ ഓഫ് ദി കാൽക്കാനിയസ്. ഇതിൻ്റെ ഒറിജിൻ ആണ് പറയുന്നത് it start at the medial tubercle of the calcaneus and continues anteriorly to the digitation of the plantar plates and then via plantar plates to the proximal phalanx. അതായത് നമ്മളിപ്പോൾ എന്താണ് ഈ മീഡിയൽ ട്യൂബർക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റയർ ഫൂട്ടിൻ്റെ അടിയിലാണ്, എൻ്റയർ ഫൂട്ടിൻ്റെ അടിയിലുള്ള കംപ്ലീറ്റ് എല്ലാ ഡിജിറ്റ്സിലേക്കും, അപ്പോൾ മീഡിയൽ സൈഡിലേക്കല്ല, എന്താണ് മീഡിയൽ ട്യൂബർക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഗ്രേറ്റ് ടോൻ്റെ ആണെങ്കിൽ സെസമോയിഡ് ബോണിനെ കവർ ചെയ്തിട്ട് മെറ്റാടാർസൽ ഹെഡിലേക്ക് ഫെലാഞ്ചിൻ്റെ പ്രോക്സിമൽ ഫെലാങ്സിൻ്റെ ഹെഡിലേക്ക് പ്രോക്സിമൽ ഫെലാങ്സിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്ലാന്റർ പ്ലേറ്റ്സും പറഞ്ഞിട്ടുണ്ട്, പിന്നെ സെസമോയിഡ് ബോൺസും പറയുന്നുണ്ട്. ഇപ്പോൾ ഗ്രേറ്റോലാണെങ്കിൽ എന്താണ് പ്ലാന്റർ പ്ലേറ്റ് സെസമോയിഡ് ബോണുള്ളത്, ബാക്കിയുള്ള 2nd to 5th ഫെലാങ്സിലാണെങ്കിലോ പ്ലാന്റർ പ്ലേറ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫാൻ പോലെ എന്നാണ് ഇതൊരു ഡെൻസ് ഫേഷ്യ, ഒരു ഫാൻ പോലെ മീഡിയൽ ട്യൂബർക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ എങ്ങോട്ടേക്ക് പോകും, എല്ലാ ഡിജിറ്റ്സിൻ്റെയും അടുത്തേക്കും, എല്ലാ ഫെലാങ്സിൻ്റെ അടുത്തേക്കും ഇൻഫീരിയർ എല്ലാ ഫെലാങ്സിൻ്റെ അങ്ങോട്ടേക്കാണ് ഇത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതവിടെ പ്ലാന്റർ പ്ലേറ്റ്സിലേക്ക് കവർ ചെയ്തിട്ട് ഫെലാങ്സിൻ്റെ ഹെഡിലേക്ക് പോയിട്ടാണ് കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഗ്രേറ്റ് മീഡിയൽ സൈഡ് മാത്രമാണ് നമ്മൾ പറഞ്ഞത് ഇൻ ദിസ് പിക്ചർ. ഇതുപോലെ തന്നെ ഈ ഒരു മീഡിയൽ സൈഡിലുള്ള പോലെ തന്നെ എന്താണ് എൻ്റെ എല്ലാ ഫെലാങ്സിലും പോയിട്ട് ഇത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്ലാന്റർ അപ്പോന്യൂറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ നമ്മൾ പറയുന്നതാണെങ്കിൽ ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ എൻഡ് ഓഫ് ദ സ്റ്റാൻഡ് സ്പേസ്. അപ്പോൾ സ്റ്റാൻഡ് സ്പേസ് ഞാൻ പറഞ്ഞ എൻ്റയർ വെയിറ്റ് വിയർ നമ്മൾ വാക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റയർ വെയിറ്റ് സിംഗിൾ ലെഗിലേക്ക് വരുന്ന ആ ഒരു ഫേസാണ് സ്റ്റാൻഡ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡ് സ്പേസ് വരുന്ന സമയത്ത് എൻ്റയർ വെയിറ്റ് വരുന്ന സമയത്ത് ഈ പ്ലാന്റർ അപ്പോന്യൂറോസിൽ എന്താണ് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും അല്ലേ. നമ്മളിപ്പോൾ ഈ പ്ലാന്റർ അപ്പോന്യൂറോസിൽ എന്താണ് നിങ്ങൾ നോക്കുക ഇൻ ദിസ് പിക്ചർ, ഇങ്ങോട്ടേക്ക് വെയിറ്റ് വരുന്ന സമയത്ത് എന്താണ് ഇത് ഇങ്ങോട്ടേക്ക് പോകും, എന്താണ് ഇത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എന്താണ് ഇയാൾ ഇങ്ങോട്ടേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്, ഈ ഒരു പോർഷൻ ഇങ്ങോട്ടേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. ഈ ഒരു ആർച്ച് എന്താണ് ആർച്ച് റെഡ്യൂസ് ആവും അല്ലേ, ആർച്ച് റെഡ്യൂസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു ആർച്ച് എന്താണ് അവിടെ ഡിമിനിഷ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്കും പോവും, ഇത് ഇങ്ങോട്ടേക്കും പോകാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ എന്താണ് ഇവിടെ ഈ ഒരു പ്ലാന്റർ അപ്പോന്യൂറോസിസിൽ എന്താണ് ഈ പ്ലാന്റർ അപ്പോന്യൂറോസിസിൽ എന്താണ് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും അല്ലേ, ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ടെൻഷൻ എന്താണ് നമ്മൾ എൻ്റയർ വെയിറ്റ് വരുമ്പോഴാണ്, എൻ്റയർ വെയിറ്റ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇയാൾ ഇങ്ങോട്ടേക്കും പോവും, ഇയാൾ ഇങ്ങോട്ടേക്കും പോവും. അപ്പോൾ ഇതെന്താണ് ഇവിടെ ഒരു സ്ട്രെച്ച് ഫോഴ്സ് ആണ് ഉണ്ടാവുക, പ്ലാന്റർ അപ്പോന്യൂറോസിസിൽ ഒരു സ്ട്രെച്ച് ഫോഴ്സ് ഉണ്ടാവും, അവിടെ എന്താണ് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇത് കൂടുതലായിട്ട് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ റൈറ്റ് മീൻസ് ആൻറ്റീരിയറിലോട്ടും പോസ്റ്റീരിയറിലോട്ടും പോയി കഴിഞ്ഞാൽ ഈ പ്ലാന്റർ അപ്പോന്യൂറോസിസ് ഒരു എന്താണ് റപ്ചർ ആയുള്ള ചാൻസ് ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്താണ് മെയിൻ ഫങ്ഷൻ, അല്ലെങ്കിൽ അവിടെ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പം വിത്ത് മാക്സിമം ടെൻഷൻ ഓഫ് 96% ഓഫ് ബോഡി വെയിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു അക്ലീസ് ടെൻഡൻ ആൻഡ് ഫുട്ട്. അക്ലീസ് ടെൻഡൻ 96% എന്താണ് വെയിറ്റ് അങ്ങോട്ടേക്ക് അക്ലീസ് ടെൻഡൻ ത്രൂ ഫുട്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ നമ്മൾ പറയുന്നതാണെങ്കിൽ എന്താണ് ഈ പ്ലാന്റർ അപ്പോന്യൂറോസിസിൻ്റെ ഫങ്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് എന്താണ് ഒരു സ്ട്രെറ്റായിട്ട് എടുക്കുക. സ്ട്രെറ്റ് എന്ന് പറയുന്ന ഒരു റിജിഡ് ബാർ. ഓക്കെ, 2 റിജിഡ് ബാർ. ഇവിടെ നമുക്ക് പോസ്റ്റീരിയർ സ്ട്രെറ്റ് ഉണ്ട്, ആൻറ്റീരിയർ സ്ട്രെറ്റ് ഉണ്ട്. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മെക്കാനിസം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ പോസ്റ്റീരിയർ സ്ട്രെറ്റ് എന്ന് പറയുന്നത് കണക്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്, അതായത് കാൽക്കാനിയത്തിനെയും ഫ്രം ഹിയർ കാൽക്കാനിയത്തിനെയും ടാലസിനെയും കണക്ട് ചെയ്തിട്ട് ഒരു പോസ്റ്റീരിയർ സ്ട്രെറ്റ് എന്ന് പറയുന്ന ഒരു റിജിഡ് ബാർ എന്ന് മാത്രം ഉദ്ദേശിച്ചത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഈ ടാലസിനെയും ആൻറ്റീരിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഫ്രം ദി ടാലസിനെയും ഇങ്ങനെ മെറ്റാടാർസൽ ഹെഡുമായിട്ട്. ഓക്കെ, മെറ്റാടാർസൽ ഹെഡ് സെർവിങ് ദ ആൻറ്റീരിയർ സ്ട്രെറ്റ്, അതായത് മെറ്റാടാർസൽ സ്ട്രെറ്റ് ഹെഡും ഈ ടാലസും തമ്മിൽ എന്താണ് കണക്ട് ചെയ്യുന്നതാണ് ആൻറ്റീരിയർ സ്ട്രെറ്റ്. അപ്പോൾ നമുക്കിവിടെ എന്താണ് പോസ്റ്റീരിയർ സ്ട്രെറ്റ് ഉണ്ട്, പോസ്റ്റീരിയർ സ്ട്രെറ്റ് ഉണ്ട് ആൻറ്റീരിയർ സ്ട്രെറ്റ് ഉണ്ട്. ഓക്കെ,
അപ്പോൾ ഇത് രണ്ടും ഒരു സ്ട്രെട്ടായിട്ട് അതൊരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫംഗ്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ. ആൻഡ് ഇവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈറോഡ് എന്ന് പറയുന്നത് നമ്മളെന്താണ് പ്ലാന്റർ അപ്പോന്യൂറോസിസ്. നിങ്ങൾ ഒരു കണ്ടിന്യൂ ഒരു ബാറിൻ്റെ രണ്ടറ്റത്ത് ഒരു റിജിഡായിട്ട് ബാറും സെൻറ്ററിൽ എന്താണ് ഒരു സ്പ്രിങ് പോലത്തെ ഒരു പോർഷനും. അപ്പോൾ ഇതാണ് എന്ത് ഇതിൻ്റെ ഒരു എന്താണ് ഒരു ഫോമേഷൻ, നമ്മളൊരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നത്. ഓക്കെ. ഒരു ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ എന്താണ് ഈ ഒരു പ്ലാന്റ് ടൈറോയ്ഡ് എന്താണ് നമുക്കിവിടെ സ്ട്രെച്ച് ആകും, അല്ലെങ്കിൽ എന്താണ് എലോങ്ങേഷൻ സംഭവിക്കും. ഓക്കെ. ടൈറോയിഡ് ഗെറ്റിംഗ് എലോങ്ങേറ്റഡ് എന്താണ് വെയിറ്റ് ബിയറിംഗ് ചെയ്യുന്ന സമയത്ത് ടൈറോയ്ഡ് എന്താണ് എലോങ്ങേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതെന്താണ് ഒരു സ്ട്രെച്ചും ഇതുമായിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ മെക്കാനിസം എന്ന് പറയുന്നത് എന്താണ്, ഈ രണ്ട് സ്ട്രെറ്റ് ആയിട്ട് വെക്കാം. ഓക്കെ. അപ്പോന്യൂറോസിസ് രണ്ട് സ്ട്രെറ്റ് ഉണ്ട്. ഓക്കെ. അത് മെയിനിൽ അവിടെ വെക്കാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇൻ്റയർ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണ് ദ പ്ലാന്റർ അപ്പോന്യൂറോസിസ് ഈസ് റോൾ ഓഫ് സപ്പോർട്ട് ആർ ലിങ്ക്ഡ് ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാന്റർ അപ്പോന്യൂറോസിസ് ആൻഡ് മെറ്റാടാർസോഫലാൻജൽ ജോയിൻറ്റ്. അപ്പോൾ ദ മെറ്റാടാർസൽ ഹെഡ് ആസ് പുള്ളി അറൗണ്ട് വിച്ച് ദ പ്ലാന്റർ അപ്പോന്യൂറോസിസ് പുൾഡ് ആൻഡ് ടൈറ്റൻ. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ നിൽക്കുകയാണെങ്കിൽ വെച്ചു. ഓക്കെ. എൻ്റെ വെയിറ്റ് നമ്മളൊരു കാലിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ. കാലിലേക്ക് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളെന്താണ് കാലിലേക്ക് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് സപ്പോസ് അവിടുത്തെ എന്താണ് ഈ ഒരു ഫെലൈൻസ്, ഓക്കെ, ഡിസ്റ്റൽ ഫെലൈൻസ് പ്രോക്സിമൽ ഫെലൈൻസ് എക്സ്റ്റൻഷനിലേക്ക് പോവുക. ഓക്കെ. എക്സ്റ്റൻഷനിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് ദ പ്ലാന്റർ അപ്പോന്യൂറോസിസ് റാപ്പ് അറൗണ്ട് ദ മെറ്റാടാർസൽ ഹെഡ്. പ്ലാന്റർ ഇത് നമുക്കൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ദ പ്ലാന്റർ അപ്പോന്യൂറോസ് റാപ്പ് അറൗണ്ട് ദി മെറ്റാടാർസൽ ഹെഡ് ആൻഡ് ഈസ് ടെൻസ്ഡ് വിത്ത് ദ മെറ്റാടാർസൽ എക്സ്റ്റൻഷൻ ആൻഡ് the heel and metatarsal joint drawn towards the plantar portion and tie is shortened. അപ്പോൾ നമുക്ക് നോക്കാം ഒരു മെക്കാനിസം എന്താണ് ഇവിടെ നടക്കുന്ന ഒരു മെക്കാനിസം. നമ്മളിപ്പോൾ സപ്പോസ് നിൽക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് വെയിറ്റ് ബിയറിങ് നിൽക്കുന്ന സമയത്ത് ഈ ഗ്രേറ്റോ അല്ലെങ്കിൽ പ്രോക്സിമൽ ഫെലൈൻസ് എന്താണ് ഗോസ് ഫോർ ഡോർസിഫ്ലെക്ഷൻ. ഈ പ്രോക്സിമൽ ഫെലൈൻസ് ഡോർസിഫ്ലെക്ഷനിലേക്ക് പോകുന്നതെന്ന് ഇരിക്കുക. ഓക്കെ. ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ എന്താണ് കോൺ കീവ് സർഫേസ് അങ്ങോട്ട് പോവുക. ഓക്കെ. അപ്പം മെറ്റാടാർസൽ ഹെഡ് എന്താണ് ഓട്ടോമാറ്റിക്കലി ഈ പ്ലാന്റർ ഫ്ലെക്ഷനിലേക്ക് വരും. ഓക്കെ. അപ്പോൾ അവിടെ എന്താണ് നോക്കുക, ദിസ് പിക്ചർ നിങ്ങൾക്ക് കാണാം. ഇവിടെ പ്രോക്സിമൽ ഫെലൈൻസ് ഡോർസി ഫ്ലെക്ഷനിലേക്ക് പോകും. അതേമാതിരി തന്നെ ആ ഡോർസി ഫ്ലെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഈ മെറ്റാടാർസൽ ഹെഡ് എന്താണ് ഈ പ്ലാന്റർ ഫ്ലെക്ഷനിലേക്ക് പോകും. ഓക്കെ. അപ്പോൾ ഈ പ്ലാന്റർ ഫ്ലെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, നമ്മളിപ്പോൾ ഒരു ടോ സ്റ്റാൻഡിങ്ങിലോ ഇതിലോ നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഇതിനെങ്ങനെയാണ് ഇതിങ്ങനെ ഈ ഒരു പൊസിഷനിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ എന്താണ് ഡിസ്ലൊക്കേഷനുള്ള ചാൻസ് ഉണ്ട്. ഈ മെറ്റാടാർസൽ ഹെഡ് അവിടെ നിന്ന് മാറാനുള്ള ചാൻസ് ഉണ്ട്. ആർച്ചസിനൊക്കെ സ്റ്റെബിലിറ്റി. അപ്പോൾ ആർച്ചിന് എങ്ങനെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഈ മെറ്റാടാർസൽ ഹെഡും പിന്നെ ഈ കാൽക്കേനി അല്ലെങ്കിൽ ഇതിൻ്റെ പാർട്ട് എന്താണ് ഇങ്ങോട്ട് അടുത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെ ഈ പ്ലാന്റർ അപ്പോന്യൂറോസിസ് എന്തായി ഷോർട്ടായി. ഓക്കെ. അപ്പോൾ ഇതിനെന്താണ് ഡൗൺവേർഡ് ഇങ്ങോട്ടൊരു ഗ്ലൈഡ് വന്നുകൊണ്ട് എന്തായി ഇത് ഇവിടെ എന്താണ് മെറ്റാടാർസൽ ഹെഡ് എന്താണ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ കാൽക്കേനിയം ഇങ്ങോട്ടേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി ഈ പ്ലാന്റർ അപ്പോന്യൂറോസിസ് എന്താണ് ഗെറ്റിംഗ് ഷോർട്ടൺ. ഓക്കെ. അവിടെ ഷോർട്ടൺ പൊസിഷനിലേക്ക് വന്നാൽ എന്താണ് കുറച്ചുകൂടി ആർച്ചിന് കുറച്ചുകൂടി ഒരു സ്റ്റെബിലിറ്റി ഫംഗ്ഷൻ കൂടുതലായിട്ട് കൊടുക്കും. മെറ്റാടാർസൽ ഹെഡിനെയും ഈ ഒരു ആർച്ചിലേക്ക് എന്താണ് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കും. ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ ആർച്ച് എന്തായി ആർച്ചിൻ്റെ സൈസ് ഇൻക്രീസായി. ഓക്കെ. ആർച്ചിൻ്റെ സൈസ് ഇൻക്രീസായി. അപ്പോൾ അതാണ് ഈ പ്ലാന്റർ അപ്പോന്യൂറോസിസിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഗ്രേറ്റോ അല്ലെങ്കിൽ എന്താണ് പ്രോക്സിമൽ ഫെലൈൻസ് എക്സ്റ്റൻഷനിലേക്ക് പോകുന്ന സമയത്ത് മെറ്റാടാർസൽ ഹെഡ് എന്താണ് പ്ലാന്റർ ഫ്ലെക്ഷൻ മൂവ്മെൻറ്റിലേക്ക് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പ്ലാന്റർ അപ്പോന്യൂറോസിസ് ഷോർട്ടൻ പൊസിഷനിലേക്ക് വരും. ഓക്കെ. ഷോർട്ടൻ പൊസിഷനിൽ വന്നിട്ട് എന്താണ് അവിടെ ഒരു സ്റ്റെബിലിറ്റി കൊടുക്കും. ഓക്കെ. ദ റേസിങ് ദി ആർച്ചോൻ്റെ കോൺട്രിബ്യൂട്ടിങ്, അതായത് ഞാൻ പറഞ്ഞു ഇവിടെ എന്താണ് ഇവിടെ ആർച്ച്. അപ്പോൾ ഈ മെറ്റാടാർസൽ ഹെഡ് ഇവിടെ എന്താണ് മെറ്റാടാർസൽ ഹെഡ് ഇങ്ങോട്ടേക്ക് കൂടുതലായിട്ട് ഇങ്ങോട്ടേക്കും വന്നു, കാൽക്കേനി ഇങ്ങോട്ടേക്കും വന്നു. ഓക്കെ. ഓട്ടോമാറ്റിക്കലി ഇത് ക്ലോസ് ടുഗദർ ഫോം ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ അടുത്ത ആർച്ച് എന്താണ് ഇൻക്രീസ് ആയി അല്ലേ. ആർച്ച് എന്താണ് ഇൻക്രീസ് ആയി. അപ്പോൾ ഈ ഒരു മെക്കാനിസം അതായത് എന്താണ് the raising the arch and contribute supination of the foot. This phenomenon which has been referred as the windlass mechanism. അതായത് നമ്മളെന്താണ്
പ്രോക്സിമൽ ഫലാങ്സ് എക്സ്റ്റൻഷനിലേക്ക് പോകുമ്പോൾ മെറ്റാടാർസൽ ഹെഡും കാൽക്കേനിയം ടുഗദർ ക്ലോസ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ക്ലോസ് ആയിട്ട് വരുമ്പോൾ പ്ലാന്റർ അപ്പോന്യൂറോസിസ് ഷോർട്ട് ആൻഡ് പൊസിഷനിലേക്ക് വരും. ആ ഷോർട്ട് ആൻഡ് പൊസിഷനിൽ വരുന്ന സമയത്ത് എന്താണ്, ഷോർട്ട് ആൻഡ് പ്ലാന്റർ അപ്പോന്യൂറോസിസ് ഷോർട്ട് ആൻഡ് പൊസിഷനിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ആർച്ചസ് എന്താണ്, ആർച്ചസിൻ്റെ സൈസ് കൂടും. പിന്നെ അവിടെ ഒരു സുപ്പിനേഷൻ മൂവ്മെൻറ്റും ക്രിയേറ്റ് ചെയ്യും. ആ ഒരു മെക്കാനിസത്തിന് പറയുന്ന പേരാണ് വിൻലാസ് മെക്കാനിസം. ഓക്കെ, the plantar aponeurosis is to increase the role of supporting the arches as the heel rises and the foot to rotate around the metatarsal phalangeal joint in weight bearing. നമ്മളിപ്പോൾ എന്താണ്, നമ്മൾ വെയിറ്റ് ബിയർ ചെയ്യുന്ന സമയത്ത് എൻ്റയർ ബോഡി വെയിറ്റ് നമ്മൾ കാലിലേക്ക് പോകുന്ന സമയത്ത്, ഓക്കെ, അവിടെ ഹീൽ റേസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഹീൽ റേസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രോക്സിമൽ ഫലാങ്സിൽ എന്തായി, എക്സ്റ്റൻഷൻ മൂവ്മെൻറ്റാണ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതായത് പ്രോക്സിമൽ ഫലാങ്സ് എന്താണ്, ഡോർസി ഫ്ലെക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഈ പ്രോക്സിമൽ ഫലാങ്സ് ഡോർസി ഫ്ലെക്ഷനിലേക്ക് മൂവ് ചെയ്യും. എൻ്റയർ നമ്മൾ വെയിറ്റ് ബിയർ ചെയ്യുന്ന സമയത്ത് ഹീൽ റേസ് ചെയ്യുക. ഹീൽ റേസ് ചെയ്യുമ്പോൾ എന്താണ്, എൻ്റയർ വെയിറ്റ് എങ്ങോട്ടേക്ക് പോയി, ടോസിലേക്ക് പോയി. ടോസിലേക്ക് പോകുമ്പോൾ ഈ ഡോർസി ഫ്ലെക്ഷൻ അല്ലെങ്കിൽ ഫലാങ്സിൻ്റെ എക്സ്റ്റൻഷൻ മൂവ്മെൻറ്റാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. മെറ്റാടാർസൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മെറ്റാടാർസൽ ഹെഡ് മേലോട്ടേക്ക് പോകും, ഡോർസി ഫ്ലെക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഡോർസി ഫ്ലെക്ഷനിലേക്ക് പോകുമ്പോൾ എന്താണ്, മെറ്റാടാർസൽ ഹെഡ് എന്താണ്, താഴോട്ടേക്ക് വരും. ഓക്കെ, ഫലാങ്സ് പ്രോക്സിമൽ ഫലാങ്സ് എക്സ്റ്റൻഷനിലേക്ക് പോകും, ഇത് താഴോട്ടേക്ക് പോകും. അപ്പോൾ അവിടെ സ്റ്റെബിലിറ്റി കൊടുക്കുന്ന ഏരിയയാണ് ഈ പ്ലാന്റർ അപ്പോന്യൂറോസിസിലാണ്. ഓക്കെ, പ്ലാന്റർ അപ്പോന്യൂറോസിസ് ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു വിൻലാസ് മെക്കാനിസമാണ്. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലാന്റർ അപ്പോന്യൂറോസിസ് എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്. ഓക്കെ, ദെൻ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മളിപ്പോൾ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്നതാണെങ്കിൽ ഇതിങ്ങനെയാണ് നിങ്ങളുടെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇൻ യൂണിലാറ്ററൽ സ്റ്റാൻസിലാണെങ്കിൽ എന്താണ് 100%, നമ്മളിപ്പോൾ ഒരു സിംഗിൾ ലെഗ് സ്റ്റാൻഡ്, ഒരു കാലിൽ മാത്രം എൻ്റയർ വെയിറ്റ് കൊടുക്കുന്നതാണെങ്കിൽ അവിടെ 100% ഓഫ് ബോഡി വെയിറ്റ് എങ്ങോട്ടേക്ക് വരും, ഒരു കാലിലേക്ക് തന്നെ വരും. ഓക്കെ, ഒരു കാലിലേക്ക് തന്നെ വരും. അപ്പോൾ 100% വരുന്ന സമയത്ത് 100% ഇവിടെ എന്താണ്, ബോഡി വെയിറ്റ് 100% ബോഡി വെയിറ്റ് ഇവിടെ വന്നു. അവിടെ നിന്നാണ് 100% ബോഡി വെയിറ്റ് ഒന്ന് ആൻറ്റീരിയർ, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് 50% പോസ്റ്റീരിയറിലോട്ടും 50% ആൻറ്റീരിയറിലോട്ടും. 50% പാസസ് ടു ദി സബ്ടാലാർ ആർട്ടിക്കുലേഷൻ ടു കാൽക്കേനിയസ്. കാൽക്കേനിയസിലേക്ക് എന്താണ് ഒരു 50% പോയി. ദെൻ റിമൈനിങ് 50% ആൻറ്റീരിയർലി ത്രൂ ദി ടാലോനാവിക്കുലർ ആൻഡ് കാൽക്കേനിയോക്യുബോയിഡ് ജോയിൻറ്റ് ടു ദി ഫുട്ട്. അപ്പോൾ ഇതാണ് ഇത് യൂണിലാറ്ററൽ സ്റ്റാൻസിൽ ഇതിൻ്റെ വെയിറ്റ് ബിയറിങ്. ഇപ്പോൾ ബൈലാറ്ററൽ സ്റ്റാൻസ് ആണെങ്കിലോ ഇത് നേരെ മാറി 50% ബോഡി വെയിറ്റ് മാത്രമേ ഒരു കാലിലേക്ക് വരുള്ളൂ. ഓക്കെ, 50% വന്നാൽ 25 ആൻറ്റീരിയറിലോട്ടും 25 പോസ്റ്റീരിയറിലോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ദെൻ ഈ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പ്ലാന്റർ അപ്പോന്യൂറോസിൻ്റെ ഫംഗ്ഷൻ കൂടി കോറിലേറ്റ് ചെയ്തിട്ട് നോക്കുക. ഓക്കെ, ദെൻ ദി മസിൽസ് ഓൾറെഡി നിങ്ങൾ എന്താണ് ഡിസ്കസ് ചെയ്താണ്, നിങ്ങൾ ഓൾറെഡി കവേർഡാണ് ഇൻ അനാറ്റമി അല്ലേ, നിങ്ങൾ അനാറ്റമിയിലേക്ക് ഓൾറെഡി കവേർഡാണ്. ഏതൊക്കെ മസിൽസ് ഉണ്ട്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, അതിൻ്റെ ഒറിജിൻ, ഇൻസേർഷൻ ആൻഡ് ആക്ഷൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, അതിൻ്റെ ഫംഗ്ഷൻ നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, അതിൻ്റെ അകത്ത് എക്സ്റ്റെൻസിക് മസിൽസ് ഉണ്ട്, നിങ്ങൾ റിസ്റ്റിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റെൻസിക് മസിൽസ് എന്താണ്, ഇൻട്രിൻസിക് മസിൽസ് എന്താണ്. അപ്പോൾ എക്സ്റ്റെൻസിക് മസിൽസ് എന്ന് പറയുന്നത് ടിബിയാലിസ് പോസ്റ്റീരിയർ, ടിബിയാലിസ് ആൻറ്റീരിയർ, പെരോണിയസ് ലോങ്ങസ് ആൻഡ് ഫ്ലെക്സർ ഡിജിറ്റോറൽ ലോങ്ങസ് ആൻഡ് ദി പെരോണിയസ് ടേഷ്യസ്. പിന്നെ അതിൻ്റെ തന്നെ ഹാവ് ഓൾ ബീൻ ഫൗണ്ട് ദ പ്ലേ റോൾ ഇൻ ദ ഡൈനാമിക് ആർച്ച് ഓഫ് ഫുഡ്. അതായത് ആർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും മസിൽസ് എന്താണ് ഡൈനാമിക് മൂവ്മെൻറ്റിൻ്റെ സമയത്ത് ആർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ടിബിയാലിസ് പോസ്റ്റീരിയർ ഹാസ് ബീൻ ഷോൺ ടു ഹാവ് മോസ്റ്റ് കൺസിസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഓഫ് ദ മീഡിയൽ ലോഞ്ചിറ്റ്യൂണൽ ആർച്ച് സപ്പോർട്ട്. ടിബിയാലിസ് പോസ്റ്റീരിയർ ആണ് മീഡിയൽ ലോഞ്ചിറ്റ്യൂണൽ ആർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന മെയിൻ മസിലാണ് ഇത്, ടിബിയാലിസ് പോസ്റ്റീരിയർ. ഓക്കെ, ദ പ്ലാന്റർ ഇൻട്രിൻസിക് മസിൽസ് എന്ന് പറയുന്നത് വിച്ച് ആർ ഇൻക്ലൂഡ് ദി adductor hallucis, flexor hallucis brevis, flexor digitorum brevis and adductor digitae minimi and the dorsal interosseum have been shown in active during walking. Intrinsic muscles ഒക്കെ എന്താണ്, നമ്മൾ വാക്കിങ്ങിൻ്റെ സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇത്രയും മസിൽസാണ് ഇതിന് ആർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ടിബിയൽ എക്സ്റ്റൻഷൻ മസിൽസ് ഉണ്ട്, ഇൻട്രിൻസിക് മസിൽസ് ആണ് ആർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ജനറലി നമ്മൾ എന്താണ് മസിൽസ് ഓഫ് ദി ആംഗിൾ ആൻഡ് ഫുട്ട്, മസിൽസ് ആൻഡ് ആംഗിൾ ആൻഡ് ഫുട്ട്. നമ്മൾ ആംഗിൾ ഫുട്ടിനെയും കവർ ചെയ്യുന്ന എൻഡയർ മസിൽ. ഇത് നിങ്ങൾ ഓൾറെഡി അനാറ്റമി കവർ ചെയ്താണ്, നിങ്ങൾക്കറിയാം. അതിൻ്റെ ഫംഗ്ഷനും ഒറിജിനും ഇൻസേർഷനും ഒക്കെ എന്താണ് നിങ്ങൾ ജസ്റ്റ് നോക്കുക, വായിച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ പോസ്റ്റീരിയർ കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് വി ഹാവ് ഗാസ്ട്രോണമിയസ്, സോളിയസ്, ടിബിയാലിസ് പോസ്റ്റീരിയർ ആൻഡ് ഫ്ലെക്സർ ഡിജിറ്റോറൽ ലോങ്ങസ്
ആൻഡ് ഫ്ലെക്സർ ഹാലസിസ് ലോങ്ങസ്. പിന്നെ ട്രൈസെപ്സ് സൂറൈ എന്ന് പറഞ്ഞ ഒരു പോർഷൻ ഉണ്ട്, അതായത് ടു ഹെഡ് ഓഫ് ദി ഗാസ്ട്രോണീമിയസ് ആൻഡ് സോളിസ് മസിൽസ് ടുഗദർ ആർ നോൺ ആസ് ട്രൈസെപ്സ് സൂറൈ. ഓക്കെ. ദെൻ ദി ലാറ്റർ കമ്പാർട്ട്മെൻറ്റ് മസിൽസ് ആണെങ്കിൽ പെരോണീസ് ലോങ്ങസും ഉണ്ട്, ബ്രേവിസും ഉണ്ട്. പെരോണീസ് ബ്രേവിസ് ഉണ്ട്. ആൻഡ് ആൻറ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് മസിൽസ് വി ഹാവ് tibialis anterior, extensor hallucis longus, and extensor digitorum longus, and pronostaceous and muscle. Okay. Then intrinsic muscles നമ്മൾ ഓൾറെഡി നോക്കി. extensor digitorum brevis ഉണ്ട്, abductor hallucis ഉണ്ട്, flexor digitorum brevis, abductor digitorum minimi, contractus plantae, then lumbricals, flexor hallucis brevis, and abductor hallucis. ഓക്കെ. ഇത്രയും മസിൽസാണ് ഇതിനുള്ളത്. ഡോർസൽ ഇൻട്രോഷ്യ, പ്ലാന്റർ ഇൻട്രോഷ്യ, ഫ്ലെക്സർ ഡിജിറ്റൽ മിനിമി, ഇത്രയും മസിൽസ് ഇൻട്രിൻസിക് മസിൽസ് ഉണ്ട്. ഓക്കെ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ദി ഇൻട്രിൻസിക് മസിൽ ഓഫ് ദി ഫുട്ട്, ദെയർ റോൾ ഓഫ് സ്റ്റെബിലൈസർ ഓഫ് ദി ടോസ് ആൻഡ് ദ ഡൈനാമിക് സപ്പോർട്ടേഴ്സ് ഓഫ് ദി ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂണൽ ആർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡൈനാമിക് സ്റ്റെബിലിറ്റിയും കൊടുക്കുന്ന ആരാണ്? ഇൻട്രിൻസിക് മസ്കുലേച്ചേഴ്സ് ആണ്. അപ്പോൾ മസിൽസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ. അത് ഓൾറെഡി അനാറ്റമി കവർ ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കിയതിൽ നിങ്ങൾക്ക് ഏകദേശം ഒരുവിധം എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വിൻലാസ് മെക്കാനിസം എന്താണ്, അതിൻ്റെ അപ്പോന്യൂറോസിസിൻ്റെ ഫംഗ്ഷൻ, വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനാണ് ഇതിനകത്ത് കാര്യമായിട്ടുള്ളത്. പിന്നെ ആർച്ചിൻ്റെ ആർട്ടിക്കുലേഷൻ, എങ്ങനെയാണ് ആർച്ച് ഫോം ചെയ്യുന്നത്, ആർച്ചിൻ്റെ മസിൽസ്, മസ്കുലേച്ചർ. അപ്പോൾ എസ് എ ക്വസ്റ്റനൊക്കെ വന്നു കഴിഞ്ഞാൽ ആർച്ചിൻ്റെ ഫോമേഷൻ, അതിൻ്റെ സ്ട്രക്ചർ, then function of the arch, aponeurosis-ൻ്റെ ഫംഗ്ഷൻ, വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ, then മസിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒറിജിൻ, ഇൻസേർഷനും ഫംഗ്ഷനൊക്കെ നിങ്ങൾ ആ ടെക്സ്റ്റ് നോക്കിയിട്ട് സിന്തസിസ് വർക്കിംഗ് നോക്കിയിട്ട് ക്ലിയർ ചെയ്യുക. ഓക്കെ. ഹിയർ വി കംപ്ലീറ്റിംഗ് ദി എൻറ്റയർ ആംഗിൾ ഫുഡ് കോംപ്ലക്സ് ചാപ്റ്റർ. അപ്പോൾ നമുക്ക് എന്താണ്, ഇത് കംപ്ലീറ്റഡ് ആയി, ഈ ചാപ്റ്റർ ക്ലിയർ ആയി. അപ്പോൾ ചാപ്റ്റർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസ്റ്ററോ അല്ലെങ്കിൽ ഗേറ്റോ ടോപ്പിക് ആയിരിക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താണ് പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.